മരിക്കുവോളം നമ്മളിക്കൊടിക്കു കാവൽ നിൽക്കണം, മടിച്ചിടാതെ മക്കളെയും ഇപ്പടയിൽ ചേർക്കണം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ UDF സ്ഥാനാർത്ഥിയാണ് ആര്യാടൻ ഷൗക്കത്ത്. അദ്ദേഹത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ താഴെ കൊടുക്കുന്നു. കുടുംബം: അന്തരിച്ച കോൺഗ്രസ് നേതാവ് ആര്യാടൻ മുഹമ്മദിന്റെ മകനാണ്. രാഷ്ട്രീയ പശ്ചാത്തലം: 2005 മുതൽ 2010 വരെ കാലഘട്ടത്തിൽ നിലമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റും ഗ്രാമപഞ്ചായത്ത് അംഗവുമായിരുന്നു. 2010 മുതൽ 2015 വരെ കാലഘട്ടത്തിൽ നിലമ്പൂർ നഗരസഭയുടെ ആദ്യ ചെയർമാനായിരുന്നു. KPCCയുടെ സാംസ്കാരിക വിഭാഗമായ സംസ്ഥാന സാഹിതി ചെയർമാനും രാജീവ് ഗാന്ധി പഞ്ചായത്ത് രാജ് സംഘടൻ ദേശീയ കൺവീനറുമാണ്. നിലവിൽ നിലമ്പൂർ മണ്ഡലത്തിൽ 2025 ജൂൺ 19 നടക്കാനിരിക്കുന്ന നിയമസഭ ഉപതെരഞ്ഞെടുപ്പിലെ UDF സ്ഥാനാർത്ഥിയാണ്. സ്വത്ത് വിവരങ്ങൾ: നാമനിർദ്ദേശ പത്രികയിൽ നൽകിയ സത്യവാങ്മൂലമനുസരിച്ച് അദ്ദേഹത്തിന് 8.17 കോടി രൂപയുടെ സ്ഥാവര സ്വത്തുക്കളും 2.18 കോടി രൂപയുടെ ജംഗമ സ്വത്തുക്കളുമുണ്ട്. ഭാര്യയ്ക്ക് 4.9 കോടി രൂപയുടെ സ്വത്തുക്കളും 71.48 ലക്ഷം രൂപയുടെ സ്വർണവും 6 ലക്ഷം രൂപ വിലയുള്ള വാഹനവുമുണ്ട്. ഭാര്യയ്ക്ക് 25.46 ലക്ഷം രൂപയുടെ ബാധ്യതകളുമുണ്ട്. കേസുകൾ: P.B. അൻവറിനെ വധിക്കാൻ ശ്രമിച്ചതിന് പൂക്കോട്ടുപാടം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ഷൗക്കത്ത് മുഖ്യപ്രതിയാണ്. നിലമ്പൂർ പോലീസിൽ മറ്റൊരു കേസുമുണ്ട്. പ്രചാരണം: പിതാവ് ആര്യാടൻ മുഹമ്മദിന്റെ ഖബറിടത്തിൽ പ്രാർത്ഥനയോടെയാണ് ഷൗക്കത്ത് പ്രചാരണം ആരംഭിച്ചത്. കോഴിക്കോട്ട് പാണക്കാട് ജുമാ മസ്ജിദിൽ പൂക്കോയ തങ്ങൾ, മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, ഉമറലി ശിഹാബ് തങ്ങൾ, ഹൈദരലി ശിഹാബ് തങ്ങൾ എന്നിവരുടെ മഖ്ബറയിൽ പ്രാർത്ഥന നടത്തിയിരുന്നു. വ്യക്തിപരമായ പരാമർശങ്ങളിലേക്കില്ലെന്നും രാഷ്ട്രീയ ചർച്ചകൾക്കാണ് പ്രാധാന്യം നൽകുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. നിലമ്പൂരിൽ UDF സ്ഥാനാർത്ഥിയായി ഷൗക്കത്തിനെ പ്രഖ്യാപിച്ചതിൽ മുൻ MLA PV അൻവറിന് അതൃപ്തിയുണ്ടായിരുന്നതായി റിപ്പോർട്ടുകളുണ്ട്.